ബിഗ് ബോസ് മലയാളം സീസൺ 6. ബിഗ് ബോസും പ്രേക്ഷകരും എല്ലാവരും ചേർന്ന് സായിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ സായിയെ പീഡിപ്പിക്കുന്നു? സായിയെ എന്തുകൊണ്ട് നിങ്ങൾ പിടിച്ചതിനകത്ത് ഇട്ടിരിക്കുന്നു? പാവം സായിക്ക് വീട്ടിൽ പോകണം. എത്ര നാളായി ആ മനുഷ്യൻ കരയുന്നു, എനിക്ക് വീട്ടിൽ പോകണം എന്ന്. പുള്ളി മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്ക് വീട്ടിൽ പോകണം. പുള്ളി ഈ കിടന്ന് സായി കൃഷ്ണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ഇനി തന്നെക്കൊണ്ട് കൊള്ളിക്കത്തില്ല എന്ന് മനസ്സിലായി സായി കൃഷ്ണനെ പുറത്താക്കിയെങ്കിൽ ആളുടെ ഈഗോ പുറത്താക്കിയതാണെന്ന് വരുത്തി തീർക്കാതെ എനിക്ക് പോകണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലാണ് സായിയുടെ പണി. അതാണ് സായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സായിയുടെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. സായി ഇന്നല്ലെങ്കിൽ നാളെ പുറത്താവും, വൈൽഡ് കാർഡാണ്. സായി അവിടെ ഒരു ടാസ്കും ചെയ്യുന്നില്ല. ശ്രീധുവിനേക്കാളും സൈലൻ്റാണ് സായി എന്തിനു വേണ്ടി അവിടെ നിൽക്കുന്നതെന്ന് സായിക്ക് പോലും അറിയത്തില്ല. സായി അവിടെ വരണ്ടായിരുന്നു. ബിഗ് ബോസിൽ സീക്രട്ട് ഏജൻ്റ് ആയിരുന്നപ്പോൾ ഒരു മാസം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പോണേ എനിക്ക് പോണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രേക്ഷകരെ, നിങ്ങൾ എന്തിനാണ് ആ മനുഷ്യനെ പീഡിപ്പിക്കുന്നത്? ബിഗ് ബോസ് പിടിച്ച് അതിനകത്ത് ഇട്ടിരിക്കുകയാണ് സായി എന്തിനാണ് വന്നതെന്ന് സായിക്ക് അറിയത്തില്ല, എനിക്കറിയത്തില്ല. പിന്നെ സിജോ പഴയ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ജാസ്മിനെ അടിക്കാൻ പറ്റത്തില്ല എന്നറിഞ്ഞുകൊണ്ട് പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ നല്ലതായിട്ട് തന്നെ ജാസ്മിനോടെ പിടിച്ച് സംസാരിക്കുന്നുണ്ട്. ഇനി ഫൈനലിലോട്ടായി നമ്മൾ ആരുടെയും സൈഡ് പറഞ്ഞിട്ട് കാര്യമില്ല. ഫൈനലിൽ വരാൻ ബുദ്ധിയുള്ളവർ, മെച്യൂരിറ്റി ഉള്ളവർ, മൈൻഡിന് ബാലൻസ് ഉള്ളവർ ഫൈനലിൽ വരും. അത് കാണാനായിട്ട് നമ്മൾ ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിക്കുന്ന സമയത്താണ് ഈ ആവശ്യമില്ലാത്ത എൻ്റെ പൊന്നെ, നോറ എപ്പം മ്യൂട്ടാവും എന്നറിയത്തില്ല. ആരെങ്കിലും ഓൺ ചെയ്ത് വിട്ടാൽ പിന്നെ ആ റേഡിയോ ഓഫാകില്ല. എന്താണ് നോറ പറയുന്നത് നോറയ്ക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ കുറേ പേരുണ്ട്, 5-6 പേരിനകത്ത് വെറുതെ വേസ്റ്റായിട്ട് നിൽക്കും. അഭിഷേക് അവിടെ എന്താണ് ചെയ്യുന്നത്? വന്ന അന്ന് മുതൽ ഇന്ന് വരെ അഭിഷേക് എന്താണ് ചെയ്തത്? സായി, അഭിഷേക്, മുടിയൻ പിന്നെ ടാസ്ക് എങ്കിലും ചെയ്യും. ഋഷി ടാസ്ക് ഫിസിക്കലായിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ചെയ്യുന്നുണ്ട്. മൈൻഡ് ഗെയിം വരുമ്പോഴത്തേക്കും ജിൻഡോ, ഋഷി, സിജോ അവർക്കൊന്നും പറ്റുന്നില്ല. അത് മൈൻഡ് കുറച്ച് കൂളായിട്ട് വെച്ചാൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ മെച്യൂരിറ്റി ഉള്ള ഒരാൾക്ക് വേണം ഈ ഫൈനൽ വരാനായിട്ട്, അവർ വിൻ ചെയ്യാനായിട്ട്. അല്ലാതെ ഇന്നൊരാൾക്ക് കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആർക്ക് കിട്ടിയോ അവർ കുറച്ച് ബ്രില്യൻ്റ് ആയിട്ട് കുറച്ച് മൈൻഡ് ഗെയിമൊക്കെ പറയാൻ പറ്റിയ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ 50 lakhs കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരാൾക്ക് കിട്ടണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക. അറ്റ്ലീസ്റ്റ് കുറച്ച് സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്ന് നമ്മുടെ സൈഡിൽ നിന്ന് ആഗ്രഹിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, പാവം സായിയെ എന്തിനാണ് അങ്ങേരെ ഇഷ്ടം പോലെ അനുഭവിച്ചു. അച്ഛൻ്റെ പ്രശ്നത്തിൽ അനുഭവിച്ചു, സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞ് അനുഭവിച്ചു. ഇപ്പോൾ ദേ സായിയുടെ വൈഫും എയറിലാണ്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ജാസ്മിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്തു. എന്തെല്ലാം നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നു. നന്ദനയ്ക്കൊരു വീടെന്ന് പറയുന്നത്, പുള്ളിയെ വെളിയിലോട്ട് വിടൂ. പുള്ളി നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യട്ടെ. ഇഷ്ടമില്ലാത്ത ഒരാളെ നിങ്ങൾ കമ്പൽ ചെയ്ത് ബിഗ് ബോസിൽ നിർത്തിയത് ഭയങ്കര കഷ്ടമായി. ഇപ്പോൾ പാവ അപ്സര എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് പുറത്തായി.